വാർത്തകൾ വിശദമായി. 5 വർഷമായി സിറിയയിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിന് താൽക്കാലിക വിരാമം വന്നതോടെ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 1.5 ലക്ഷം ആളുകൾക്ക് ഭക്ഷ്യസാധനം എത്തിച്ചു. അടുത്ത ദിവസങ്ങളിലായി 5 ലക്ഷത്തോളം സിറിയൻ പൗരന്മാർക്ക് മെഡിക്കൽ ഭക്ഷ്യസഹായം എത്തിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ പ്രവർത്തകർ അറിയിച്ചു. വാർത്തയുടെ വിശദവിവരങ്ങളുമായി ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫ് ചേരുന്നു. EM അഷ്റഫ്, ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? 5 വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിന് താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ഇതേവരെ 1.5 ലക്ഷത്തോളം സിറിയൻ പൗരന്മാർക്ക് അടിയന്തര ഭക്ഷ്യസഹായം എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ സൈന്യവും വിമതരും ISIS തീവ്രവാദികളും അൽ-ഖ്വയ്ദയും തമ്പടിച്ച സ്ഥലങ്ങളിലെ 5.5 ലക്ഷത്തോളം പൗരന്മാർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മെഡിക്കൽ സഹായവും ഭക്ഷ്യ സഹായം ഐക്യരാഷ്ട്രസഭ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട്. മെഡിക്കൽ സഹായം ബ്ലാങ്കറ്റും നൽകുന്ന ആദ്യത്തെ ഒരു സംഭവമാണിത്. കാരണം വെടിനിർത്തൽ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടാണ് സാധാരണ ഉണ്ടാവുന്നത്. പക്ഷേ ഇത് വളരെയേറെ പ്രാവർത്തികമായി വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാർച്ച് 7-നാണ് ഈ താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കുന്നത്. എന്നാൽ ഇതോടനുബന്ധിച്ച് തന്നെ കൂടുതൽ സഹായം നൽകാനാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ തീരുമാനമായിട്ടുള്ളത്. പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ വെടിനിർത്തലിനെ ഗുണകരമായി എന്നാണ് പറയുന്നത്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശം വകവെക്കാതെ വെടിനിർത്തൽ ലംഘനം നടക്കുന്നു എന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾ പലയിടങ്ങളും സുരക്ഷിതരാണ് എന്ന പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഷെല്ലാക്രമണം ചെറിയ തോതിൽ അന്യോന്യം ഉണ്ട് എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ സോവിയറ്റ് യൂണിയൻ, റഷ്യയുടെ പ്രധാനപ്പെട്ട ചേരി ആയിട്ട് അല്ലെങ്കിൽ റഷ്യ സൈന്യം തമ്പടിക്കുന്ന സിറിയയിൽ ജനങ്ങൾ വളരെയേറെ സമാധാനത്തിൽ ആയി എന്നാണ് റഷ്യൻ സൈന്യം അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ വിമത സൈന്യവും ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, വെടിനിർത്തൽ ആശ്വാസകരമായി എന്ന് പറയുന്നുണ്ട്. അതേസമയം അൽ-ഖ്വയ്ദയും ISISും തമ്പടിച്ച പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭയഭീതരാണ്. അവിടെ എത്തിച്ചുകൊണ്ടിരുന്ന സർക്കാർ സഹായങ്ങൾ, അതായത് വൈദ്യുതി അടക്കമുള്ള സർക്കാരിന്റെ എല്ലാവിധ സന്നദ്ധ സഹായങ്ങളും നിർത്തലാക്കിക്കൊണ്ട് ജനങ്ങളെ മുഴുവൻ ഒരുതരം വലയത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്നാൽ അതേസമയം സൈന്യം ഇപ്പോൾ അതൊക്കെ മറികടന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 40 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുകയും 30 ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്യപ്പെടുകയും ചെയ്ത സിറിയയിൽ ഒരു സമാധാനത്തിന്റെ കാറ്റ് വീശുന്നുണ്ട്. അത് പക്ഷേ എത്രത്തോളം കാലം എന്ന രീതിയിലാണ് ജനങ്ങൾ വളരെ പേടിയോടുകൂടിയാണ് പുറത്തിറങ്ങുന്നതെങ്കിലും ഇത് ലോക സമാധാനത്തിന് വളരെ അനിവാര്യമാണ്. കാരണം ഒരു ഭാഗത്ത് റഷ്യയും വേറൊരു ഭാഗത്ത് അമേരിക്കയും നിന്നുകൊണ്ട് ഈ സിറിയയുടെ പല ഭാഗങ്ങളിലും വിമതരെ സഹായിച്ചുകൊണ്ടും സർക്കാർ സൈന്യത്തെ സഹായിച്ചുകൊണ്ടും അങ്ങനെ പരസ്പരം കൊല്ലപ്പെടുന്നത് ജനങ്ങളാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തൽ വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് EM അഷ്റഫ്. ഒമാനിൽ വാഹനാപകടത്തിൽ 18 പേർ മരിച്ചു. ഫഹൂദ് ഇബ്രി റോഡിലാണ് അപകടമുണ്ടായത്. 14 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാർത്തയുടെ വിശദവിവരങ്ങളുമായി ജമാലുദ്ദീൻ ചേരുന്നു. ജമാൽ, കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഈ അപകടത്തെക്കുറിച്ച്? മസ്കത്തിൽ നിന്ന് 700 കിലോമീറ്റർ അകലെയുള്ള ഫഹൂദ് ഇബ്രി റോഡിലാണ് ഇന്നലെ അർദ്ധരാത്രി അപകടമുണ്ടായത്. അപകടത്തിൽ 18 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു ട്രക്കും കാറും ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പെട്രോളിയം ഖനന മേഖലയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മരിച്ചവരിൽ മലയാളികളോ ഇന്ത്യക്കാരോ ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒമാനികളും പാകിസ്ഥാൻ അതുപോലെ തന്നെ ബംഗ്ലാദേശ് സ്വദേശികളുമാണ് മരണപ്പെട്ടവരും പരിക്കേറ്റവരും. സലാലിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന ഗൾഫ് ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 3 വാഹനങ്ങളും നിശേഷം തകരുകയും ചെയ്തു. ഒമാനിൽ വാഹനാപകടം, 18 പേർ മരിച്ചു. വിവരങ്ങൾ നൽകിയത് T ജമാലുദ്ദീൻ. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ദുബായ് ഇന്റർനാഷണൽ ബോട്ട് ഷോ ആരംഭിച്ചു. ദുബായ് മിന സിയാഹി മറൈൻ ക്ലബിലാണ് ഏറ്റവും ആധുനികമായ ആഡംബര നൗകകളും സ്പീഡ് ബോട്ടുകളുമൊക്കെ അണിനിരക്കുന്ന ബോട്ട് ഷോ നടക്കുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ആഡംബര നൗകകളുടെയും ബോട്ടുകളുടെയും ലോകത്തിലെ ഏറ്റവും വലിയ പ്രദർശനങ്ങളൊന്നാണ് ദുബായ് ഇന്റർനാഷണൽ ബോട്ട് ഷോ. ലോകത്തിലെ പ്രമുഖ കമ്പനികളുടെ ബോട്ടുകളും യോട്ടുകളും മറ്റ് ജലയാനങ്ങളുമാണ് ദുബായ് ഇന്റർനാഷണൽ ബോട്ട് ഷോയിൽ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുമായാണ് ഓരോ യാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. സ്പീഡ് ബോട്ടുകൾ, യോട്ടുകൾ, കട്ടമരത്തിന്റെ ആധുനിക മോഡലുകൾ തുടങ്ങിയവ കാഴ്ചക്കാരുടെ മനം കവരുന്നു. സ്പോർട്സ് ഫിഷിംഗ്, വാട്ടർ സ്പോർട്സ്, വാട്ടർ ലൈഫ് സ്റ്റൈൽ എന്നീ വിഭാഗങ്ങളിലായി 100 കണക്കിന് ജലയാനങ്ങൾ ദുബായ് മിന സിയാഹി മറൈൻ ക്ലബിലെ പ്രദർശനത്തിലുണ്ട്. ലോകത്തിലെ ആഡംബര നൗകകളെല്ലാം ഈ ബോട്ട് ഷോയിലുണ്ട്.
ഇത്തരം യോട്ടുകളിലെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ആരെയും അതിശയിപ്പിക്കും. അങ്ങേയറ്റം ആഡംബരപൂർണമായാണ് യോട്ടുകളുടെ ഉൾവശം ഒരുക്കിയിട്ടുള്ളത്. ഒരു 7 സ്റ്റാർ ഹോട്ടലിലെ ആഡംബര റൂമിനോട് കിടപിടിക്കുന്നതാണ് ഈ യോട്ടിലെ ഓരോ സൗകര്യങ്ങളും. ജലഗതാഗതത്തിന്റെ വർദ്ധിച്ചു വരുന്ന സാധ്യതകളും നൂതന സാങ്കേതിക വിദ്യകളും ബോട്ട് ഷോയിൽ അനാവരണം ചെയ്യും. മിനാസിയാഹി മറൈൻ ക്ലബിൽ നടക്കുന്ന ബോട്ട് ഷോ മാർച്ച് 5 വരെ നീണ്ടു നിൽക്കും. ദുബായ് ഇന്റർനാഷണൽ ബോട്ട് ഷോയിൽ നിന്ന് ടി ജമാലുദ്ദീൻ. പ്രവാസി മലയാളികളോട് തികഞ്ഞ അവഗണന കാണിച്ച കേന്ദ്ര ബജറ്റിനെതിരെ പ്രവാസ ലോകത്ത് പ്രതിഷേധം. പ്രവാസികൾ എന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് എന്ന ധാരണ പോലും കേന്ദ്ര സർക്കാരിനില്ലെന്ന് പ്രവാസികൾ കുറ്റപ്പെടുത്തി. പ്രവാസി മലയാളികളുടെ പ്രതികരണങ്ങളിലേക്ക്. പ്രവാസികളെല്ലാവരും മൊത്തമായിട്ട് നിരാശപ്പെടുത്തി ഈ ബഡ്ജറ്റ്. ഈ എല്ലാ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുമ്പോഴും പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ആനുകൂല്യങ്ങളും സെൻട്രൽ ഗവൺമെന്റിന് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള പ്രത്യേകിച്ച് ഒരു അഭിപ്രായം. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും ഗവൺമെന്റ് മറന്നു പറ്റേ. പ്രധാനമന്ത്രി ഇവിടെ വന്നു, ദുബായി വന്നു പോയി, കുറച്ച് നാൾ മുമ്പ് ഇവിടെ വന്നിട്ട് പോയി. ആ പ്രധാനമന്ത്രി പല നിർദ്ദേശങ്ങൾ വന്നു, പ്രവാസികളെ നമ്മൾ അതായി ചെയ്യും, അല്ലെങ്കിൽ പുതിയ നല്ല ആനുകൂല്യങ്ങളൊക്കെ തരും. പക്ഷേ അത് ആ വാക്കുകളല്ലാതെ അതിൽ നിന്ന് എന്തൊരു മറുപടി എതിരായിട്ടും ഉണ്ടായില്ല. പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രതീക്ഷിച്ച് നിന്നാണ്, പക്ഷേ എല്ലാം നിരാശപ്പെടേണ്ടി വന്നു. നമ്മളെന്നും ഇങ്ങനെ പോകുന്നു, ജോലി എടുക്കുന്നു, അല്ലെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു പ്രവാസിക്ക് ഒരു വേണ്ട രീതിയിലുള്ള ഒരു കൺസേഷൻ കിട്ടുന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുമെന്നാണ് വിചാരിച്ചത്. ഇലക്ഷന് മുൻകൂട്ടി എങ്ങനെയും ഒരു പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു. ഇത് പ്രവാസിയുടെ പാഠം മറന്നു വെച്ചിട്ടാണ്, നമുക്കൊന്നും ചെയ്യുന്നില്ല. UAE ടെലികോം സേവന ദാതാക്കളായ ഇത്തിസലാദും ഡൂവും ഉപഭോക്താക്കളുടെ വിവരങ്ങൾ വീണ്ടും നവീകരിക്കേണ്ടെന്ന് എമിറേറ്റ്സ് ID അധികൃതർ വ്യക്തമാക്കി. സിം ദുരുപയോഗം തടയാൻ ലക്ഷ്യമിട്ടായിരുന്നു UAE മൈ നമ്പർ മൈ ഐഡന്റിറ്റി ക്യാമ്പയിന് തുടക്കമിട്ടത്. ഇതിന്റെ ഭാഗമായിരുന്നു ഉപഭോക്താക്കൾ മതിയായ തിരിച്ചറിയൽ രേഖകളുമായി ഇത്തിസലാദ് ഡൂ ഉപഭോക്തൃ വിവരങ്ങൾ പുതുക്കാൻ ഉത്തരവിട്ടത്. കുവൈത്തിൽ ബിനൈദ് അൽഖർ മേഖലയിൽ നടന്ന പരിശോധനയിൽ 3500-ലേറെ വിദേശികൾ പിടിയിലായി. ഇതോടെ ഏകദേശം 8000-ൽ പരം അനധികൃത താമസക്കാരെയാണ് ഒരു മാസത്തിനുള്ളിൽ പിടികൂടിയത്. പരിശോധനകൾ തുടരുമെന്നും നിയമലംഘകരായി കഴിയുന്നവർക്ക് താമസ സൗകര്യം നൽകാതിരിക്കാനും ഇവരെക്കുറിച്ചുള്ള വിവരം നൽകാനും തയ്യാറാകണമെന്നും ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. കിങ് ഫഹദ് കോസ്വേയിൽ ഏകീകൃത എമിഗ്രേഷൻ അടുത്ത മാസം നടപ്പാക്കും. ആദ്യഘട്ടത്തിൽ സൗദി വിദേശികൾക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്കുമാണ് ഏകീകൃത എമിഗ്രേഷൻ നടപ്പാക്കുക. കിങ് ഫഹദ് കോസ്വേയിൽ സൗദി ബഹ്റൈൻ രാജ്യങ്ങൾക്കിടയിൽ എമിഗ്രേഷൻ ഏകീകരണം അടുത്ത മാസത്തോടെ പ്രാബല്യത്തിൽ വരും. ഈ മാസം തന്നെ പദ്ധതി നടപ്പാക്കുന്നതിന്റെ പരീക്ഷണം ആരംഭിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടപടികൾ പൂർത്തിയാക്കുന്നതോടെ യാത്ര ചെയ്യാൻ കഴിയും. ഇതോടെ കിങ് ഫഹദ് കോസ്വേയിൽ തിരക്ക് ഗണ്യമായി കുറയും. പ്രഥമഘട്ടത്തിൽ സൗദി സ്വദേശികൾക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്കും മാത്രമാണ് ഏകീകൃത ഇമിഗ്രേഷൻ കസ്റ്റംസ് പദ്ധതികൾ നടപ്പിലാക്കുക. വിദേശികൾക്ക് നിലവിലുള്ളതുപോലെ 2 ഭാഗത്തും നടപടികൾ പൂർത്തിയാക്കണം. കോസ്വേയിൽ ഏകീകൃത കസ്റ്റംസും ഇമിഗ്രേഷനും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും ബന്ധപ്പെട്ട മേധാവിമാരുടെ യോഗം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ചേർന്നിരുന്നു. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളിലെയും ഉന്നതതല ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട്. സമിതി എല്ലാ ആഴ്ചയും യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തും. കസ്റ്റംസ് എമിഗ്രേഷൻ ഏകീകൃത പദ്ധതിയുടെ വിവരങ്ങൾ വ്യക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വാരാന്ത്യ ദിവസങ്ങളിൽ 40,000 പേർ വരെ കോസ്വേ മാർഗം യാത്ര ചെയ്യാറുണ്ട്. MM9 ന്യൂസ് ബ്യൂറോ, ദമാം. വാർത്തകൾ തുടരുന്നു. കേരള സംഗീത നാടക അക്കാദമി കുവൈത്ത് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഗൾഫ് പ്രവാസി അമേച്വർ നാടക മത്സരം സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസി പ്രതിനിധി സുഭാഷിഷ് ഗോൾഡാർ ഉദ്ഘാടനം ചെയ്തു. അടൂർ ഗോപാലകൃഷ്ണൻ, ദിലീപ് നടേരി എന്നിവർ പ്രസംഗിച്ചു. വിധികർത്താക്കളായി പി ബാലപ്പെട്ടത്. NBTCയുടെ വാർഷിക പരിപാടി കാർണിവൽ 2016 ചെയർമാൻ മുഹമ്മദ് അൽ ബദ്ദയും മാനേജിംഗ് ഡയറക്ടർ KG അബ്രഹാമും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 25 പേർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ മാതൃക അടൂർ ഗോപാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. ഖത്തറിലെ പ്രശസ്ത റീറ്റെയിൽ ശൃംഖലയായ ലോജിക് ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ലോജിക് മാൾ പ്രവർത്തനം തുടങ്ങി. ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾക്ക് പുറമെ തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് മാളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജിംഗ് ഡയറക്ടർ MP യൂസഫ് പറഞ്ഞു.
പാർക്കോ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ഖത്തറിലെത്തുന്നു. ആദ്യ ക്ലിനിക്ക് വ്യാഴാഴ്ച വൈകിട്ട് 4-ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗ്രൂപ്പ് CEO ഡോക്ടർ നസീർ അലി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നസീർ, ഡോക്ടർമാരായ സമീർ അലി, മായിദ അൽ മൻസൂരി, ജിജി മുഹമ്മദ് തുടങ്ങിയവരും സംബന്ധിച്ചു. സീതാറാം യെച്ചൂരി, രാഹുൽ ഗാന്ധി, ഡി രാജ, അരവിന്ദ് കെജ്രിവാൾ എന്നിവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തത് പ്രതിഷേധാർഹമാണെന്ന് ദമാം നവോദയ അഭിപ്രായപ്പെട്ടു. യെച്ചൂരിക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഭീഷണി രാജ്യത്തെ ഭീഷണമായ സാഹചര്യത്തിന്റെ ഉൽപ്പന്നമാണെന്നും സംഘടന പ്രസ്താവനയിൽ വ്യക്തമാക്കി. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഫീസ് വർധനവിനും ഇരട്ട സമയത്തിനുമെതിരെ ഇന്ത്യൻ സംഘടനകളുടെ കൂട്ടായ്മ. നിലവിലെ സംവിധാനങ്ങൾ തുടരണമെന്ന് ഇന്ത്യൻ സംഘടനകൾ ആവശ്യപ്പെട്ടു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ ഗതാഗത സംവിധാനത്തിൽ മാറ്റം അംഗീകരിക്കില്ലെന്ന് വിവിധ സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കി. മലയാളി രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ സിഡ്പാക് ദമാമിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് എതിർപ്പറിയിച്ചത്. ഇന്ത്യൻ അംബാസിഡർക്കും ഹെയർ ബോർഡ് പ്രിൻസിപ്പൽ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കും വിശദമായ പരാതി നൽകുവാനും നജീം ബഷീർ അധ്യക്ഷനായി ചേർന്ന യോഗം തീരുമാനിച്ചു. ധൃതി പിടിച്ചുള്ള തീരുമാനം അനുചിതമാണെന്ന് മുൻ ചെയർമാൻ അബ്ദുള്ള മഞ്ചേരി പറഞ്ഞു. നിലവിലെ സ്കൂളിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് 50ഓളം പേർ പങ്കെടുത്ത യോഗത്തിൽ ഡിസ്പാക്കിന്റെ നിലപാട് സുനിൽ മുഹമ്മദ് അവതരിപ്പിച്ചു. വിവിധ പ്രാദേശിക കൂട്ടായ്മകളും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, UP എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ദമാം. നവോദയ സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഖത്തീഫ് നവോദയയും ദർ അസ്ഷിഫ മെഡിക്കൽ സെന്ററും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നവീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നവോദയ രക്ഷാധികാരി EM കബീർ നിർവഹിച്ചു. രക്ഷിതാക്കളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായി ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ നടത്തിയ സർവേ തട്ടിപ്പായിരുന്നുവെന്ന് OICC ദമാം റീജിയണൽ കമ്മിറ്റി ആരോപിച്ചു. രക്ഷകർത്താക്കളുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്യാനുള്ള ആസൂത്രിത ശ്രമമായിരുന്നു സർവേയെന്നും സംഘടന പ്രസ്താവനയിൽ പറഞ്ഞു. ചില്ല സാഹിത്യോത്സവം പ്രമുഖ അറബ് പണ്ഡിതൻ ഡോക്ടർ ഷിഹാബ് ഗാനിം ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ഡോക്ടർ ഷിഹാബ് ഗാനിമിനെ ചടങ്ങിൽ ആദരിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തലസ്ഥാന നഗരിയിലെ സ്വദേശി വിദേശി സമൂഹത്തിന് പുത്തൻ ഷോപ്പിംഗ് അനുഭവം പകർന്ന് അതിവേഗം ജനകീയ ഹൈപ്പറായി വളർന്ന അൽ മദീന ഹൈപ്പർ മാർക്കറ്റിൽ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. റിയാദ് ബ്യൂറോയുടെ റിപ്പോർട്ട്. തലസ്ഥാന നഗരിയിലെ സ്വദേശി വിദേശി സമൂഹത്തിന് പുത്തൻ ഷോപ്പിംഗ് അനുഭവം പകർന്ന് അതിവേഗം ജനകീയ ഹൈപ്പറായി വളർന്ന അൽ മദീന ഹൈപ്പർ മാർക്കറ്റിൽ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഏപ്രിൽ 8-ന് ആഘോഷങ്ങൾ സമാപിക്കും. ആഘോഷ കാലയളവിൽ വിപുലമായ പരിപാടികളും മെഗാ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൊത്ത ചില്ലറ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മദീന ഗ്രൂപ്പിന്റെ സൗദിയിലെ ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റാണ് 1 വർഷം മുമ്പ് റിയാദിൽ പ്രവർത്തനം ആരംഭിച്ചത്. സാമൂഹ്യ പ്രതിബദ്ധതയും പ്രഖ്യാപിത നയമാക്കി മുന്നോട്ടു പോയ റിയാദ് മദീന ഹൈപ്പർ വളരെ പെട്ടെന്നാണ് തലസ്ഥാന നഗരിയിലെ ജനങ്ങളുടെ ഇഷ്ട ഷോപ്പിംഗ് കേന്ദ്രമായി മാറിയത്. പൊതുസമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടും ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇതാദ്യമായാണ് വാർഷിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് മാനേജ്മെന്റ് വക്താക്കൾ പറഞ്ഞു. ഇൻസ്റ്റന്റ് ഗിഫ്റ്റുകളായാലും ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഒരു 5 മണിക്ക് ശേഷം 11 മണി 12 മണി വരെ അൽമദീനയിൽ വെറുതെ കറങ്ങിയാണെങ്കിൽ തന്നെ ഗിഫ്റ്റുമായിട്ട് പോകാവുന്ന രീതിയിലാണ് നമ്മൾ സമ്മാന പദ്ധതികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 8 വരെ നടക്കുന്ന ആഘോഷ പരിപാടികളിലെ പ്രധാന ആകർഷണം കുട്ടികളെയും സ്ത്രീകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാണ്. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനും അവരുടെ പ്രതിഭ തെളിയിക്കാനും തുറന്ന അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. മുഖ്യധാര മലയാളി സംഘടനയുടെ പൊതുവേദിയായ NRK-യെയും പ്രാദേശിക സംഘടനകളുടെ കൂട്ടായ്മയായ 4K-യെയും റിയാദ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെയും സഹകരണത്തോടെ വടംവലി, പാചക മത്സരം, ഷൂട്ടൌട്ട് ഫുട്ബോൾ തുടങ്ങിയ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഇലക്ട്രോണിക് മേളയിൽ മെഗാ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മേളയിൽ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ വിലക്ക് മികച്ച ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് മേളയുടെ ലക്ഷ്യം. ഫുട്വെയർ 50% വിലക്കുറവും
ഗാർമെന്റ്സ് വിഭാഗത്തിൽ 1 buy get 1 ഫ്രീ ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദീന ഹൈപ്പറിന്റെ റിയാദിലെ രണ്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഏപ്രിൽ മാസത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് വക്താക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സിഇഒ നാസർ അബൂബക്കർ, ഷാജി ആലപ്പുഴ, ഷമീർ തുണ്ടിയിൽ, ഷിഹാബ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. സാറാസ് കറി പൗഡർ റിയാദിൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. അന്നാക്കിടെക്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബോബി എം ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു. അന്നാക്കിടെക്സ് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ പ്രദർശനവും നടന്നു. എ നിസാമുദ്ദീൻ, അനീഷ് ടി പി എന്നിവർ നേതൃത്വം നൽകി. റിയാദിലെ തിരുവനന്തപുരം ജില്ലാ നിവാസികളുടെ കൂട്ടായ്മയായ ടെക്സ റിയാദ് നീരാടുവാൻ നിളയിൽ നീരാടുവാൻ എന്ന പേരിൽ കവി ONVക്ക് ഗാനാഞ്ജലി സംഘടിപ്പിച്ചു. ചടങ്ങിന് മുന്നോടിയായി പ്രസാദ് നൂർനാട് സംവിധാനം ചെയ്ത് പ്രവാസിയായ ബിജു കല്ലുമല നിർമ്മിച്ച് കുഞ്ഞേടത്തി എന്ന ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചു. ടെക്സ പ്രസിഡന്റ് നൌഷാദ് കിളിമാനൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ സാമൂഹിക പ്രവർത്തകനായ ഇബ്രാഹിം സുബ്ഹാൻ മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര ബജറ്റിൽ പ്രവാസികളെ അവഗണിച്ചത് പ്രതിഷേധാർഹമാണെന്ന് ദമാം നവോദയ പ്രസ്താവനയിൽ പറഞ്ഞു. പ്രവാസി വകുപ്പ് നിർത്തലാക്കി വിദേശകാര്യ വകുപ്പിലൂടെ പ്രവാസികളുടെ വിഷയങ്ങളിൽ ഇടപെടുമെന്ന് പറഞ്ഞത് കാപട്യമാണെന്നും നവോദയ കുറ്റപ്പെടുത്തി. മുൻ രാജ്യാന്തര ഇന്ത്യൻ ഫുട്ബോൾ താരം PK ബാലചന്ദ്രൻ അൽക്കോബാർ യുണൈറ്റഡ് സ്പോർട്ടിംഗ് കോച്ചിംഗ് ക്യാമ്പിലെത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകി. ബാലചന്ദ്രനെ യുണൈറ്റഡ് FC പ്രസിഡന്റ് റിയാസ് ബാബു വാണിയമ്പലത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയ്ക്കും ഫാസിസ്റ്റ് കയ്യേറ്റങ്ങൾക്കുമെതിരെ പ്രതിരോധത്തിന്റെ ഒത്തിരിപ്പ് എന്ന അൽക്കോബാർ യൂത്ത് ഇന്ത്യ യുവജന സന്ധ്യ സംഘടിപ്പിച്ചു. ഷമീർ വണ്ടൂർ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സമ്മേളനം സാജിദ് ആറാട്ടുപുഴ ഉദ്ഘാടനം ചെയ്തു. ഖുറയാത്ത് പ്രവാസി സംഘം സനയ്യ ഏരിയ കമ്മിറ്റി നിലവിൽ വന്നു. മാഹിൻ ഉഴമാലക്കൽ സെക്രട്ടറിയായും വേണു ജെ പറവൂർ പ്രസിഡന്റായും 13 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. വാർത്തകൾ തുടരുന്നു. 2015 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി ചാർലിയിലെ അഭിനയത്തിന് ദുൽഖർ സൽമാനും മികച്ച നടിയായി പാർവതിയും തെരഞ്ഞെടുക്കപ്പെട്ടു. സനൽകുമാർ ശശിധരന്റെ ഒഴിവു ദിവസത്തെ കളിയാണ് മികച്ച ചിത്രം. ചാർലിയിലൂടെ മാർട്ടിൻ പ്രക്കാട്ട് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടി. 2015 സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ 8 അവാർഡുകൾ ചാർലി സ്വന്തമാക്കിയപ്പോൾ 7 അവാർഡുകൾ എന്ന് നിന്റെ മൊയ്തീൻ കരസ്ഥമാക്കി. ചാർലിയിലെ അഭിനയ മികവിന് ദുൽഖർ സൽമാനും ചാർലി എന്ന് നിന്റെ മൊയ്തീൻ എന്നിവയിലെ പ്രകടനത്തിന് പാർവതി മേനോനും മികച്ച അഭിനേതാക്കളായി. മികച്ച നടൻ ദുൽഖർ സൽമാൻ, ചിത്രം ചാർലി. മികച്ച നടി പാർവതി, ചിത്രങ്ങൾ ചാർലി എന്ന് സ്വന്തം മൊയ്തീൻ. ചാർലിക്കായി മാർട്ടിൻ പ്രക്കാട്ട് മികച്ച സംവിധായകനായി. സനൽകുമാർ ശശിധരന്റെ ഒഴിവു ദിവസത്തെ കളിയാണ് മികച്ച ചിത്രം. മനോജ് ഖാനയുടെ അമീബയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം. നിർണായകത്തിലെ അഭിനയത്തിന് പ്രേം പ്രകാശും ബെന്നിലെ പ്രകടനത്തിന് അഞ്ജലി PVയും മികച്ച സ്വഭാവ നടീനടന്മാരായി. ലുക്ക ചുപ്പി, സൂസു, സുതിവാഗ്മീകം എന്നിവയിലൂടെ ജയസൂര്യ പ്രത്യേക ജൂറി അവാർഡിന് അർഹനായി. ബെന്നിലെയും മാൽഗുഡി ഡേയ്സിലെയും അഭിനയത്തിന് ഗൗരവ് ജി മേനോനും ജാനകി മേനോനും ബാലതാരങ്ങളായി. മികച്ച തിരക്കഥാകൃത്ത് ഹരികുമാർ, ചിത്രം കാറ്റും മഴയും. ഛായാഗ്രാഹകൻ ജോമോൻ T. ജോൺ, ചിത്രങ്ങൾ ചാർലി എന്ന് നിന്റെ മൊയ്തീൻ, നീന. മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ഉണ്ണിയാറും മാർട്ടിൻ പ്രക്കാട്ടും ചാർലിക്കായി പങ്കിട്ടു. എന്ന് നിന്റെ മൊയ്തീനിലെ ഗാനത്തിന് റഫീഖ് അഹമ്മദ് മികച്ച ഗാനരചയിതാവായപ്പോൾ ഇടവപ്പാതി, എന്ന് നിന്റെ മൊയ്തീൻ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കായി രമേശ് നാരായണൻ മികച്ച സംഗീത സംവിധായകനായി. പത്തേമാരി, നീന എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ബിജുപാലിനെ മികച്ച പശ്ചാത്തല സംഗീത സംവിധായകനാക്കി. P. ജയചന്ദ്രനും മധുശ്രീ നാരായണനും മികച്ച ഗായകനും ഗായികയുമായി. ജനപ്രിയ ചിത്രം RS വിമലിന്റെ എന്ന് നിന്റെ മൊയ്തീൻ. ലവ് 24/7 ശ്രീബാല K. മേനോൻ മികച്ച നവാഗത സംവിധായകയായി. തോമസ് ദേവസിയുടെ മാലേറ്റം മികച്ച കുട്ടികളുടെ ചിത്രമായി. മികച്ച സിനിമാ ഗ്രന്ഥമായി KB വേണുവിന്റെ KG ജോർജിന്റെ ചലച്ചിത്രയാത്രകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. സമാന്തര സിനിമകൾക്ക് അംഗീകാരം ലഭിച്ച ഇത്തവണ എന്നാൽ നിലവാരമുള്ള ചിത്രങ്ങൾ കുറവായിരുന്നുവെന്നും ജൂറി വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അവാർഡ് ജേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. ഏറെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ്റെ അപ്പുറത്താണ് എൻ്റെ സന്തോഷം. ഞാൻ പറഞ്ഞ പോലെ ഒരു അഭിനയം തുടങ്ങിയിട്ടൊരു 10-15 കൊല്ലം വരെ ഇങ്ങനെ അവാർഡൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല.
കാരണം അത്രയും എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പതുക്കെ സ്റ്റെപ്സ് എടുക്കുകയും അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു എൻകറേജ്മെൻറ്റ്സ് തന്നതിന് ഫുൾ ജൂറിക്കും ബാക്കിയുള്ള എല്ലാ ഫിലിംസിനും ആർട്ടിസ്റ്റുകൾക്കും എല്ലാവർക്കും അത്രയും തന്നെ നന്ദിയുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ ഇഷ്ടപ്പെട്ട കഥാപാത്രമായതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെല്ലാം വാല്യൂ കൽപ്പിക്കുന്ന ഒരാൾ തന്നെയാണ്. ഓഫ് കോഴ്സ് അവരുടെ കണ്ണിൽ സുധിയുടെയും അതുപോലെ തന്നെ ലുക്കാച്ചിപ്പയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സംവിധായകരെയും ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. സിനിമയിൽ കാണുന്ന സമയത്ത് ആ ഒരു കഥാപാത്രത്തിന്റെ യാത്ര മനസ്സിലാക്കാൻ പറ്റുന്നു അവർക്ക്. അവരോട് ഒരു അനുകമ്പയും ഒരു സ്നേഹവും അല്ലെങ്കിൽ അവർ ദുഃഖിക്കുമ്പോൾ അവരോട് ദുഃഖം തോന്നുന്നു, അതൊക്കെയാണ്. അത് കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഒരു എല്ലാവർക്കും ഒരുമിച്ച് ഒരു അംഗീകാരം കൊടുക്കുക എന്ന് പറയുന്നത് വെരി ഹാപ്പി. എൻ്റെ 5ാമത്തെ സ്റ്റേറ്റ് അവാർഡെന്ന് തോന്നുന്നു. എന്തായാലും ഈ അവാർഡ് കിട്ടിയ സന്തോഷമുണ്ട്. കാരണം 50 വർഷം കഴിഞ്ഞ് കിട്ടുന്നൊരു അവാർഡാണ്. എൻ്റെ ഗുരുവായൂരപ്പൻ തന്ന അവാർഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ പാട്ട് കേട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ ശ്രോതാക്കൾക്കാണ് ഈ അവാർഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട്. എനിക്ക് ശരിക്കും സന്തോഷത്തെക്കാൾ ഉപരി ഈ അവാർഡ് എൻ്റെ സിനിമ കുറെ കൂടി ആളുകളിൽ എത്തിക്കാനുള്ള ഒരു ഉപാധിയായിട്ട്, ഒരു വഴിവെട്ടി തെളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ വിവാദവും. കാറ്റുമഴയും എന്ന ചിത്രത്തിന് മികച്ച കഥാകൃത്തിനുള്ള പുരസ്കാരം നൽകിയതിനെതിരെ ഫെഫ്ക. ഹരികുമാറിന് പുരസ്കാരം കിട്ടിയ കാറ്റും മഴയും നജീം കോയയുടെ കഥയെന്ന് ഫെഫ്ക ആരോപിച്ചു. ഹരികുമാറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് നജീം കോയ. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മാംഗോ മൊബൈൽ ഉടമകളെ റിമാൻഡ് ചെയ്തു. ആൻഡോ അഗസ്റ്റിനെയും ജോസുകുട്ടി അഗസ്റ്റിനെയുമാണ് 15 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തത്.